വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, അതെ, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ്. ഹലോ, വിളിച്ചിരുന്നോ? ഇത് ലൈവാണോ? അതെ, ലൈവാണ്. പേര്? ലൈവാണെങ്കിൽ പേര് പറയുന്നില്ല. ശരി, പറയുന്നില്ല, ഒരിക്കലും പറയാം. പറഞ്ഞോ. ഞാൻ ആക്ച്വലി ലൈവ് ഇങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു. ലൈവിൽ വിളിച്ചിട്ടേ കാര്യമുള്ളൂ. അതെനിക്ക് മനസ്സിലായി. ഇടയ്ക്ക് ഇങ്ങനെ ട്രൈ ചെയ്യും, അപ്പൊ കിട്ടാറില്ല. ഇപ്പോ അങ്ങനെ കിട്ടിയതാ. അപ്പോ പറഞ്ഞോളൂ. ഒന്നുമില്ല, നിങ്ങൾ ചെയ്യണ കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് വിളിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെയാ? മുസ്ലിം ആയിരുന്നു. മുസ്ലിം ആയിരുന്നു. നിങ്ങളിപ്പോ വിശ്വാസിയല്ല? അങ്ങനെയാ? അതെ, വിശ്വാസി അല്ലാന്ന്. പിന്നെ എനിക്ക് ഇപ്പൊ നമ്മളെ കുറച്ച് ഹിജാബിന്റെ ഒക്കെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ നടന്നായിരുന്നല്ലോ. അപ്പോ അതില് ഞാൻ ഇങ്ങനെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആലോചിച്ചപ്പോ ഒന്ന് രണ്ട് ടോപ്പിക് നിങ്ങളോട്, ഇത് വലിയ കാര്യമുള്ള ടോപ്പിക്കാണെന്ന് എനിക്കറിയില്ല, എനിക്ക് ഞാൻ തോന്നിയപ്പോ ഇത് ഡിസ്കഷനൊക്കെ പറ്റുന്ന ടോപ്പിക്കാണ് തോന്നി. ഒന്ന് രണ്ട് ടോപ്പിക് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചേ. പറഞ്ഞോളൂ, നോക്കട്ടെ. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളെ നിസ്കാരക്കുപ്പായവും പടച്ചോനും തമ്മിലുള്ള റിലേഷൻസ്. അത് ഞാനിത് എനിക്കിതിന് പ്രോപ്പർ ഹദീസ് ബാക്കിങ്സ് ഉണ്ടോന്നൊന്നും അല്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയോന്നും കൂടി അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇതിപ്പോ ഇവിടെ പറഞ്ഞിട്ടൊരു കുപ്പായൊന്നും ഇസ്ലാമില്ല. നിങ്ങൾ നിസ്കരിക്കുമ്പോ മുഖവും മുൻകൈയും ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങൾ മറയ്ക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മളത് നിസ്കാര കുപ്പായം എന്ന് പറഞ്ഞ് വെക്കുന്നതല്ലേ? അതുകൊണ്ടായിരിക്കും. പക്ഷെ നമ്മള് പഠിച്ചിരുന്ന ടൈമില് ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ആരുമില്ലാത്ത റൂമില് ഒരു ആൺ നിസ്കരിക്കുമ്പോ എന്താണ് ഔറത്ത്, ഒരു പെണ്ണ് നിസ്കരിക്കുമ്പോ എന്താണ് ഔറത്ത് എന്നുള്ള ഒരു സംഭവം. എന്തായിരുന്നത്? അത് എന്താന്ന് വെച്ചാല്, ആണാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മുട്ടുപൊക്കിളിന്റെ ആ ഒരു ഇടയിലുള്ള ഭാഗവും, പെണ്ണിനാണെങ്കിൽ ആരുമില്ലാത്ത റൂമിലാണെങ്കിൽ പോലും അള്ളാന്റെ മുന്നില് ഫുള്ള് കവർ ചെയ്തിട്ട് നിക്കണോന്നൊക്കെ ഉള്ള ഒരു സംഭവമാണ്. ഔറത്ത് അങ്ങനെ തന്നെയാണല്ലോ, മുട്ടുപൊക്കിളിന്റെ ഇടയിൽ തന്നെയാണല്ലോ, അകത്തും പുറത്തും. അല്ല, ഇത് മറ്റേ ആരുമില്ലാത്ത റൂമിൽ എന്ന് പറഞ്ഞൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, അതിനെ കുറിച്ച് അറിയോന്ന്? അപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതല്ല ഞാൻ പറഞ്ഞത്. ഇതിപ്പോ ഈ എന്താ നമ്മള് ഈ പെണ്ണുങ്ങൾ അത് മറക്കണം ഇത് മറക്കണം എന്നൊക്കെ പറയുമ്പോ ആണിന്റെ നോട്ടത്തിനെ കുറിച്ചൊക്കെ ആദ്യം ഇപ്പൊ ഈ അബ്ദുള്ള ബാസിലിന്റെ ഇതിലെങ്ങാണ്ട് മൂപ്പരിങ്ങനെ പറയുന്നു, സംഗതി ആദ്യത്തെ ആയത്ത് എന്ന് പറഞ്ഞാൽ ആൺ നോക്കുന്നത് തെറ്റാന്ന് പറഞ്ഞിട്ടുള്ള ആയത്താണെന്നൊക്കെ എന്തൊക്കെ പറഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ടു. ബാസിലിന്റെ ഫാനൊന്നുമല്ല, ബാസിലിന്റെ കേട്ടാ ചൊറിഞ്ഞു വരും. ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ഇങ്ങളെ പക്ഷത്താന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്തായാലും ബാസിൽ എന്തെങ്കിലുമൊക്കെ പറയുന്ന കേൾക്കുമ്പോ അത് ആക്ച്വലി കുറച്ച് കാലമായി, ഒരു കൊല്ലമൊക്കെ ആയിണ്ടാവും. ഒരു കൊല്ലത്തിനൊക്കെ മേലൊക്കെ ആയിണ്ടാവും. ഇല്ല, വിസ്ഡം എന്ന് പറഞ്ഞ ഗ്രൂപ്പൊക്കെ ഉള്ളതൊക്കെ അറിയായിരുന്നു, പക്ഷെ അതൊന്നും കാണത്തൊന്നുമില്ലായിരുന്നു. അപ്പോ എന്താന്ന് വെച്ചാല്, ഈവൻ ഈ ആരുമില്ലാത്ത റൂമിൽ പെണ്ണിന് പടച്ചോനോട് ലോജിക്കലി അല്ല, ഇതെന്ന് പറഞ്ഞപ്പോ ഒരാണിന്റെ മുന്നിൽ പെണ്ണിന് എന്താ ഔറത്ത് എന്നുള്ളതൊക്കെ, സ്വന്തം സൃഷ്ടാവിന്റെ മുന്നിൽ പോലും പെണ്ണിന് എന്താ ടൈറ്റ് ആയിട്ടുള്ള കുപ്പായം ഇടാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോ, ലൈക്ക് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു സംഭവം. പടച്ചോന് അതിന് ഈ പർദ്ദയിട്ട് അതിന്റെ ഉള്ളിലുള്ളതൊന്നും കാണാൻ കഴിയില്ല, അതുകൊണ്ടാണ്. ഇത് അതാണ് സംഭവം. സ്വന്തം സൃഷ്ടാവിന്റെ മുന്നിൽ പോലും പെണ്ണിന് ഇത്രേ ഉള്ളൂ എന്നുള്ളതാണ് ഈ മതം എന്നുള്ള ഒരു സംഭവം. അല്ല, അതിങ്ങനെ അങ്ങനെയാണ് കേട്ടോ. അവിടെ നമ്മളത് പറയുമ്പോ അങ്ങനെ ഒരു ന്യൂആൻസ് ഉണ്ട്. അത് ആണിനും അങ്ങനെ തന്നെയാണ്, മുട്ടുപൊക്കലിന്റെ ഇടയിൽ. പക്ഷെ പെണ്ണിന് കൈ മാത്രമേ ഉള്ളൂ, കൈയും മുഖം മാത്രമേ ഉള്ളൂ. അത് ആണിനും പെണ്ണിനുമുള്ള ഔറത്ത് അത് ആളുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അങ്ങനെ തന്നെയാണെന്നാ പറഞ്ഞത്. ഓക്കെ. പിന്നെ ഒരു സംഭവം എന്താന്ന് വെച്ചാല്, എന്താ ദി മെസ്സേജ് എന്ന് പറഞ്ഞൊരു സിനിമ ഞാനിപ്പോ അടുത്ത് കാണാൻ ഇടയുണ്ടായി. ദ മെസ്സേജ് എന്നാണ് ഞാൻ യൂട്യൂബില് കണ്ടേ. അല്ല, അപ്പൊ ഞാൻ അതിലെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോ നിങ്ങൾക്ക് അതിന്റെ ഒരു റോസ്റ്റ് വീഡിയോ ഒക്കെ ചെയ്താൽ നല്ലൊരു കണ്ടന്റ് ആവും എന്നുള്ളൊരു ഇത് തോന്നിയാ. നമുക്ക് എന്തായാലും ഇതൊന്നും ഓപ്പണിൽ ചെയ്യാനൊന്നും പറ്റില്ല. ഒരു സംഗതി ചെയ്യുന്നു. ഇപ്പതേ നിങ്ങൾ ലൈവായിട്ട് സംസാരിക്കല്ലേ?
ഇതിപ്പോ നമ്മള് ലൈവായിട്ട് സംസാരിക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതായത് നമ്മളിപ്പോ പേരൊന്നും പറയുന്നില്ല, ഇത് വേറൊരു മറയാണല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി, ഒരു ദിവസം ഇതേപോലെ വരൂ, അപ്പൊ നമുക്ക് ആ വീഡിയോ പ്ലേ ചെയ്യാം, നിങ്ങൾ നിങ്ങളുടെ കമന്റ്സ് പറയൂ. എല്ലാ ദിവസവും നമ്മൾ തന്നെ നാട്ടുകാരും അടുത്തിരിക്കും, നിങ്ങളൊക്കെ അല്ല അതൊരു വെറൈറ്റി കണ്ടന്റ് ആവും തോന്നിയോണ്ട് പറഞ്ഞ ആണല്ലേ. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, എനിക്ക് വാട്സാപ്പിൽ ഒന്ന് അയക്കുക ആ നമ്പറിൽ. ഈ നമ്പറിലാ? അതെ, ഞാൻ നോക്കട്ടെ, ഞാൻ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ അയച്ചുതരാം. ലൈക് കണ്ടന്റ് ഉണ്ടാക്കാൻ സമയമൊക്കെ കിട്ടിയാൽ ഇങ്ങനെ അയച്ചുതരാം. നിങ്ങൾ എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണമാണല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നില്ല ആ സിനിമയൊക്കെ നമ്മുടെ നാട്ടില് ഉള്ള ഈ കോർ, ഒന്നാമത് നമ്മൾ ഇങ്ങനത്തെ സിനിമ ഒന്നും പാടില്ല സിനിമയില്, അതൊരു ഹറാം. അത് പോരാത്തതിന് ഇങ്ങനത്തെ രൂപങ്ങള്, അന്നത്തെ റളിയല്ലാഹു അൻഹുവിന്റെ രൂപമൊന്നും കാണിക്കാൻ പാടില്ല എന്നൊക്കെ പറയണവര്, ഞാൻ ഈ സിനിമ കാണുമ്പോ ഇതിന്റെ കമന്റിന്റെ താഴെ ആൾക്കാർ ഈ സിനിമ കണ്ട് ഞാൻ കൃതാർത്ഥനായി, കണ്ണീര് വന്നു, പടച്ചോനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കമന്റ് ഒക്കെ കാണാണ്ട്. അല്ലെ, ഇത് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ. അപ്പൊ ഈ സിനിമയൊക്കെ എടുത്ത് ഇതാക്കി കഴിഞ്ഞാൽ ഒരു നല്ല കണ്ടന്റ് ആവും തോന്നി, അതുകൊണ്ട് പറയാം. ഒരു ലോങ് സിനിമയല്ലേ അത്? അത് ഭയങ്കര കഷ്ടമായിരുന്നു, അത് കണ്ടു തീർക്കാൻ ഭയങ്കര കഷ്ടമായിരുന്നു. പക്ഷെ എന്നാലും ഇവന്മാർ എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് അറിയാൻ വേണ്ടി കണ്ട. ശരി ശരി, നോക്കാം. അപ്പൊ എന്തായാലും ആവട്ടെ, നിങ്ങൾ വന്ന് ആ ഒരു വഴി നമ്മൾ മാനിക്കുന്നു. പിന്നെ എന്തായാലും സന്തോഷം പരിചയപ്പെടാൻ കഴിഞ്ഞാൽ. താങ്ക്സ് ഫോർ കോളിംഗ്. അല്ല, ഞാനാണല്ലോ അല്ലേ വിളിച്ചത്, കുഴപ്പമില്ല, ഇങ്ങോട്ട് വിളിച്ചാൽ തിരിച്ചു വിളിച്ചാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ആവട്ടെ, സന്തോഷം. ഓക്കെ, ടേക്ക് കെയർ, ബൈ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.